എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല സദ്യ സ്പെഷ്യല് അവിയലാണ് കേട്ടോ തയ്യാറാക്കിയെടുത്തുള്ളത്. അപ്പോൾ എല്ലാ പച്ചക്കറിയും കൂടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമല്ലേ അവിയൽ. അപ്പോൾ ഇത് സദ്യയിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഘടകം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഓണസദ്യക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാട്ടോ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൂടി മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ അവിയലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എല്ലാ പച്ചക്കറിയും വെച്ചിട്ട് നമുക്കൊരു കിടിലൻ അവിയൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതേ ആദ്യം തന്നെ കായ ഇത് ആദ്യം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചേന ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരേ പിടിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അതേ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്. അതുപോലെ തന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങക്കായ. അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുമ്പളങ്ങ. അപ്പോൾ അതൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഏത് പച്ചക്കറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പയർ, അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സവാളയാണ് കേട്ടോ. ഒരു സവാളയുടെ ഒരു പകുതി കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഞെരടിയിട്ട് നമുക്കൊന്ന് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്കുണ്ടല്ലോ ഒരു പച്ചമുളക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയൊക്കെ ആകുമ്പോൾ നമ്മുടെ അവിയലിനൊരു പ്രത്യേക ഒരു മണമായിരിക്കില്ല അത് വെന്ത് വരുമ്പോൾ. പിന്നെ പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ദേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. അതിന് മുന്നായിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെരുകിയതും, പിന്നെ അതിലേക്ക് ഇതേ ഒരു പച്ചമുളക്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയൊരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഒരു 5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പം അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇനി ഇതേ നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം ഇതിൽ ഇനി കുറച്ചും കൂടി വെള്ളമുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ആ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പം ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ഈ അവിയൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഇതിനൊന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതേ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി ആ പച്ചക്കറിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതേ കുറച്ച് വെള്ളം, ഇത് ഇത്രയും വെള്ളം ഒന്ന് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ അരപ്പ് എല്ലാ പച്ചക്കറിയിലേക്കും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതേ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. അപ്പോൾ അതേ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് തൈരും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സദ്യ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കിടിലനായിട്ടുള്ളൊരു റെസിപ്പിയാണല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഇതേ നമ്മൾ ഇതിലേക്ക് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മൾ ഇനി എപ്പോഴാണോ കഴിക്കുന്നത് അപ്പം മാത്രം തുറന്ന് ഉപയോഗിച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ദേ ഞാനിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അവിയൽ നോക്കിയേ നല്ല കറക്റ്റ് പാകമായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് അതിൽ പിടിക്കത്തക്ക രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് അവിയൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ഈ ഓണക്കാലത്ത് നമ്മുടെ സദ്യ വിഭവങ്ങളിൽ മെയിനായിട്ടുള്ള അവിയൽ ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.